ഇടതുപക്ഷത്തിന്റെ ചെങ്കോട്ടയായ പേരാമ്പ്രയിൽ ഇക്കുറി വിജയക്കൊടി പാറിക്കാനാണ് UDF ഫാത്തിമ തഹ്ലിയെ തന്നെ രംഗത്തിറക്കിയത്. എങ്ങനെയാണ്? ഒറ്റ പേരാണ് ഫാത്തിമ തഹ്ലി എന്നാണ് എല്ലായിടത്തും പോസ്റ്റർ. ഒറ്റ പേരായിരിക്കുമോ ഈ പ്രാവശ്യം? 100% ഇത് UDFന്റെ മണ്ണാണ്. ഞങ്ങൾ തിരിച്ചു പിടിക്കാൻ തന്നെ തീരുമാനിച്ചു. അപ്പോൾ ഇടതുകോട്ടയിൽ വിള്ളലുകൾ വീഴ്ത്തും? ഇടതുകോട്ടയല്ല ഇത്. കഴിഞ്ഞ തവണത്തെ പാർലമെന്റ് ഇലക്ഷനും ഇവിടുത്തെ പഞ്ചായത്ത് ഇലക്ഷനും ഒക്കെ എടുത്ത് നോക്കിയാൽ മതി. ഇത് ഞങ്ങളെ പഞ്ചായത്ത് പ്രസിഡന്റാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇത് ഞങ്ങളുടെ മണ്ണാണ്. ഞങ്ങളിത് തിരിച്ചു പിടിക്കും. ട്രെൻഡ് UDFനൊപ്പമാണ്. 100%. എന്താ സംശയം? ഇപ്പോൾ ഈ മണ്ഡലത്തിൽ ഇനി എന്തൊക്കെ വികസന പദ്ധതികളാണ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്? ഇത് ആദ്യം തന്നെ പൂഴിത്തോട് പടിഞ്ഞാറത്തറ റോഡ് കാലങ്ങളായിട്ട് ഇങ്ങനെ പേപ്പറിൽ കിടക്കാണ്. അത് നടപ്പിലാക്കാനുള്ള വാഗ്ദാനം ഞാൻ ഇവർക്ക് നൽകി കഴിഞ്ഞു. അങ്ങനെ MLA ആയിട്ട് തിരഞ്ഞെടുത്ത് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അതായിരിക്കും ആദ്യത്തെ മുൻഗണന. പിന്നെ ഇവിടെ വന്യജീവി പ്രശ്നങ്ങളുണ്ട്, അത് പരിഹരിക്കാനുള്ള ശ്രമം നടത്തും. അതുപോലെ ഹോസ്പിറ്റൽ, ഇപ്പോൾ നമ്മുടെ അവിടെയുള്ള ഹോസ്പിറ്റലിലൊന്നും 24 അവർ പ്രവർത്തിക്കുന്ന ഒരു ആശുപത്രിയും നമ്മുടെ നാട്ടിലില്ല. അത് ചക്കിട്ടിപ്പാറയിലുള്ള ഹോസ്പിറ്റൽ ഇപ്പോൾ വൈകിട്ട് 5 മണിയാകുമ്പോൾ ക്ലോസ് ചെയ്യുന്ന അവസ്ഥയിലുള്ളത്. നേരത്തെ അത് 24 അവർ ആയിരുന്നു എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഈ മണ്ണുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. ഇവിടുത്തെ കർഷകരുടെ പ്രതിസന്ധികളൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം ഉണ്ടാവും. ഇപ്പോൾ MSFന്റെ ഒരു സാധാരണ പ്രവർത്തകൻ തുടങ്ങി ഇപ്പോൾ ഒരു നിയമസഭ MLA സ്ഥാനാർത്ഥിയായിട്ട് വരെ മത്സരിക്കുകയാണ്. എങ്ങനെയാണ് പാർട്ടി തരുന്ന ഈ ഒരു അംഗീകാരത്തെ നോക്കിക്കാണുന്നത്? അതെ, പാർട്ടി തരുന്ന വലിയ അംഗീകാരം തന്നെയാണിത്. ഈ ഒരു ചെറിയ കാലയളവിൽ ഇത്രയും ആളുകളോട് ഒപ്പം സംസാരിക്കാൻ, അവരുടെ മനസ്സുകളിലൂടെ കയറി ചെല്ലാൻ, ആ ആളുകളുടെയൊക്കെ ചിന്തകൾക്കനുസരിച്ച് അവരുടെ സ്വപ്നങ്ങൾക്കനുസരിച്ച് വരാൻ പറ്റുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അത് പാർട്ടി അങ്ങനെ ഒരു എന്തോ ഒരു ഇൻസ്റ്റന്റ് പാർട്ടി എന്നിലുണ്ട് എന്ന് വിശ്വാസം അർപ്പിച്ചുകൊണ്ടായിരിക്കണം പേരാമ്പ്രയിലേക്ക് പറഞ്ഞയച്ചത്. അത് വളരെ വലിയൊരു അംഗീകാരമായിട്ട് കണക്കാക്കും. വലിയ രീതിയിലുള്ളൊരു സൈബർ ആക്രമണം തന്നെ ഫേസ്ബുക്കിലൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? അതെ, ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയ അന്ന് മുതൽ തുടങ്ങിയതാണ് ഈ സൈബർ അറ്റാക്ക്. പ്രത്യേകിച്ച് ഇപ്പം സ്ഥാനാർത്ഥിയായി വന്നപ്പോൾ അതിരൂക്ഷമായിട്ട് അത് നടത്തുന്നു. ആരാണ് അത് നടത്തുന്നത് എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. നമുക്കറിയാം, കാലങ്ങളായിട്ട് എനിക്കെതിരെ അത്തരത്തിൽ കുപ്രചരണങ്ങൾ നടത്തുകയും സൈബർ ബുള്ളിങ് നടത്തുകയും ചെയ്യുന്ന ആളുകൾ, അതേ ആളുകൾ തന്നെയാണ് ഇപ്പോഴും ഈ സൈബർ അറ്റാക്കുമായി വന്നിട്ടുള്ളത്. അതിനെ ലീഗലി തന്നെ നേരിടാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ ഇടതുകോട്ടയായ ഈ പേരാമ്പ്ര നിയോജക മണ്ഡലം എന്ത് വില കൊടുത്തും തിരിച്ചു പിടിക്കും എന്ന് തന്നെയാണ് ഫാത്തിമ തഹ്ലിയ അമൃത ന്യൂസിനോട് പറഞ്ഞിരിക്കുന്നത്.